നീ എന്താ ശിവ വീണ്ടും വീട്ടിലേക്ക് പോയത്? അത് ഈ ഫയൽ എടുക്കാൻ മറന്നു. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോവില്ലേ? അല്ല, നിനക്കും അമ്മയ്ക്കൊക്കെ എന്താണ്? ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ പോയത്. അതിന് നീ എന്തിനാ ചൂടാവുന്നത്? പിന്നല്ലാതെ, അവിടെ ചെന്നപ്പോ അമ്മ, ഇവിടെ നീ. നിങ്ങൾക്കൊക്കെ ഞാൻ എന്റെ വീട്ടിൽ പോകുന്നതിന് എന്താ പ്രോബ്ലം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിനക്ക് എന്താ പറ്റിയത് ശിവ? ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ദേഷ്യം വരുന്നത് എനിക്ക് തന്നെ ഇപ്പൊ എന്നെ മനസ്സിലാവുന്നില്ല അജയ. അതിന് മാത്രം നിനക്ക് എന്ത് പറ്റി എന്നാ നീ പറയുന്നത്? അവള് നക്ഷത്രയാണ് ഇപ്പൊ എന്റെ പ്രശ്നം. ആ കുട്ടി നിന്നെ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അവൾ ഒന്നും ചെയ്തില്ല. എനിക്ക് അവളെ എപ്പോഴും കാണാനും സംസാരിക്കാനും ഒക്കെ തോന്നുന്നു. എന്റെ കൂടെ എപ്പോഴും അവൾ ഉണ്ടാവണമെന്ന് തോന്നുന്നു. അവൾ എന്നെ അവോയ്ഡ് ചെയ്യുമ്പോൾ ദേഷ്യവും അതിലുപരി വിഷമവും വരുന്നു. അവൾ എന്നെ ഒന്ന് നോക്കിയാൽ പോലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നും. എന്നാൽ എനിക്ക് അവളോട് ഇഷ്ടമാണെന്ന് തോന്നുമ്പോൾ തന്നെ ഞാൻ കാരണം ഒരുപാട് കരഞ്ഞ, മുഖം പോലും ഓർമ്മയില്ലാത്ത ഒരു പെൺകുട്ടിയാണ് മനസ്സിലേക്ക് വരുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ വെറുതെ ആഗ്രഹിച്ചു പോകുന്നുണ്ട് ആ പെൺകുട്ടി നക്ഷത്ര ആയിരുന്നെങ്കിലെന്ന്. പക്ഷെ അതേസമയം അവളാണെങ്കിൽ അവൾ എന്നോട് ക്ഷമിക്കില്ലേ എന്നുള്ള പേടിയാണ്. ഇവര് രണ്ടുപേരെയും എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നുമ്പോൾ ഞാൻ എന്തു ചെയ്യും? ഒരാളെ മറന്ന് മറ്റേയാളെ മാത്രം സ്നേഹിക്കണമെന്ന് തോന്നും. പക്ഷെ അതിനും എനിക്ക് പറ്റുന്നില്ലല്ലോ. എന്റെ ദൈവമേ, ഇവൻ ഇത് എന്തു പറ്റി? ആ പെൺകുട്ടി നക്ഷത്രമാണെന്നറിഞ്ഞ ശിവയുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരാകും. അവനിപ്പോ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എല്ലാം തീരും. എന്നാൽ പിന്നീട് അവന്റെ മനസ്സിൽ എപ്പോഴും അവളോട് ഒരു കുറ്റബോധം ഉണ്ടാവില്ലേ? എന്നെങ്കിലും ഒരിക്കൽ തിരുമേനി പറഞ്ഞതുപോലെ ശിവയുടെ പ്രണയം കുറ്റബോധം കൊണ്ടുണ്ടായ പ്രായച്ചിത്താണെന്ന് നക്ഷത്രയ്ക്ക് തോന്നിയ പിന്നെ ഇവനെ അവൾ സ്നേഹിക്കുമോ? ഡാ അജയ, നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എന്താ ശിവ ഇപ്പൊ നിന്നോട് പറയേണ്ടത്? നിന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളല്ലേ നീ പറയുന്നത്. അത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞ നീ കേൾക്കുമോ? എന്താണെങ്കിലും നീ പറ. എന്റെ ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം എനിക്ക് വേണം. നിനക്ക് ആ പെൺകുട്ടിയോട് തോന്നുന്നത് നീ അവളോട് തെറ്റ് ചെയ്തു എന്നുള്ള തോന്നലിലുള്ള കുറ്റബോധമല്ലേ? ആദ്യമൊക്കെ ആയിരുന്നു. ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഒരു പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടായത്. അവൾ അനുഭവിച്ച മാനസിക വിഷമോ അവളുടെ സങ്കടങ്ങളും ഒക്കെ ഓർത്തപ്പോൾ എനിക്ക് അവളോട് സിമ്പതിയാണ് ആദ്യം തോന്നിയത്. പിന്നെ അത് നീ പറഞ്ഞതുപോലെ കുറ്റബോധമായി. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അവളോട് എനിക്ക് ശരിക്കും ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. ഇപ്പൊ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അവളോട് എനിക്കുള്ളത് യഥാർത്ഥ പ്രണയമാണെന്ന്, അല്ലാതെ കുറ്റബോധമോ പ്രായച്ചിത്തമോ അല്ല. ഇനി ഞാൻ ചെയ്ത തെറ്റിന് അവൾക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ അവളെല്ലാം മറന്ന് എന്നോട് ക്ഷമിക്കുന്നതുവരെ ഞാൻ കാത്തിരിക്കും. അതിന് എന്റെ മരണം വരെയാണെങ്കിലും. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രോബ്ലം നക്ഷത്രയാണ്. അവളെ കാണുമ്പോൾ എനിക്ക് തന്നെ അറിയില്ല എന്താ തോന്നുന്നതെന്ന്. എന്റെ മനസ്സിൽ മറ്റൊരാൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും എനിക്ക് അവളോട് ഇഷ്ടം തോന്നുന്നത്? ഇന്ന് വരെ നക്ഷത്ര എന്നോട് ഒന്ന് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് പോലും ഇല്ല. എന്നിട്ടും ഒരേ സമയം രണ്ട് പെൺകുട്ടികളോട് ഒരാൾക്ക് പ്രണയം തോന്നുമോ? ഇതാരോട് പറഞ്ഞാലും എന്റെ സ്വഭാവം മോശമാണെന്ന് മാത്രമേ തോന്നൂ. നിനക്ക് എന്നെ മറ്റാരെക്കാളും അറിയാം. നീ എന്നെ മനസ്സിലാക്കും എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ നിന്നോട് മാത്രം പറഞ്ഞത്. നിനക്കും തോന്നുന്നുണ്ടോ ഞാനൊരു ഫ്ലേർട്ടാണെന്ന്? ഡാ ശിവ, എനിക്ക് എങ്ങനെ തോന്നുമോ? നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് നിന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുമെന്ന്. അങ്ങനെയുള്ള ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കില്ല. നീ ഇനിയെങ്കിലും ഒരിക്കലും കാണാൻ യാതൊരു ചാൻസും ഇല്ലാത്ത ആ പെൺകുട്ടിയെ ഓർത്തിരിക്കാതെ നക്ഷത്രയെ സ്നേഹിക്കാൻ നോക്ക്. പാസ്റ്റ് എല്ലാം മറന്ന് പ്രസന്റ് മാത്രം ജീവിക്കാൻ ശ്രമിക്കേ. ദൈവം നിനക്ക് ആ കുട്ടിയെ വീണ്ടും കാണാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവളെ നിന്റെ മുന്നിൽ എത്തിക്കും. അപ്പോൾ ചെയ്തു പോയ തെറ്റിന് നീ മാപ്പ് പറഞ്ഞ് ആ കുട്ടിക്ക് മനസ്സിലാക്കാനും ക്ഷമിക്കാനും കഴിയും എന്നെനിക്ക് ഉറപ്പാണ്. ഒരിക്കലും കാണും അല്ലെങ്കിൽ തേടി വരും എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു ഇഷ്ടത്തിന് വേണ്ടി കൺമുമ്പിലുള്ള നിന്റെ പ്രണയത്തെ നീ ഇപ്പൊ കണ്ടില്ലെന്ന് നടിച്ച പിന്നീട് അതാവും നിന്റെ ഏറ്റവും വലിയ നഷ്ടവും സങ്കടവും. ഞാൻ എനിക്ക് തോന്നിയ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. തീരുമാനമല്ല നിന്റേത് മാത്രമാണ്. ജീവിതം ഒന്നേ ഉള്ളൂ നമുക്കൊക്കെ. അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. മനസ്സുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ ദൈവം പോലും ശിക്ഷിക്കില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുപോലും ഒരാൾ അതിൽ പശ്ചാത്തപിച്ചാൽ പുറത്തു കൊടുക്കണമെന്നാണ്. അജയൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു പോയിട്ടും ശിവയ്ക്ക് അവൻ പറഞ്ഞതിനെ അംഗീകരിക്കാനോ തള്ളിക്കളയാനോ പറ്റുന്നില്ലായിരുന്നു. അവൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ? ഞാൻ ഇനി എവിടെ പോയി ആ പെൺകുട്ടിയെ അന്വേഷിക്കും? പക്ഷെ നക്ഷത്രയോട് ഒന്നും പറയാതിരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്ത കാര്യം അവൾ അറിഞ്ഞ എന്നെ വെറുക്കില്ലേ? അജയൻ പറഞ്ഞതുപോലെ കൺമുമ്പിലുള്ള പ്രണയത്തെ ഇനിയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. നക്ഷത്രയോട് ഇതുവരെ ഉണ്ടായതെല്ലാം പറയാം. എന്നിട്ട് എന്റെ പ്രണയം അവൾക്ക് എന്നെ ഇഷ്ടപ്പെടാനും അംഗീകരിക്കാനും പറ്റുമോ എന്ന് അവൾ തന്നെ പറയട്ടെ. എന്നെ എവിടെ വെച്ചെങ്കിലും എന്തെങ്കിലും നീ കണ്ട വെറുപ്പോടെ ആണെങ്കിലും എന്റെ അടുത്തേക്ക് നീ ഒന്ന് വരണേ. എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു മനസ്സെങ്കിലും നീ കാട്ടിയാൽ മതി. ശിവയുടെ കഴുത്തിലുള്ള നച്ചുവിന്റെ മാലയെ പിടിച്ചുകൊണ്ട് അവളോട് എന്നപ്പോൾ അവൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഹലോ അച്ഛ, അമ്മ, രണ്ടാളും എവിടെയാ? ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് മോളെ. നിങ്ങൾ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? എനിക്കും അജുവിന് നിങ്ങളെ രണ്ടാളെയും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എത്ര ഡേയ്സ് ആയി നമ്മൾ കണ്ടിട്ട്. ജനിച്ചിട്ട് ഇതുവരെ ഇത്രയും ദിവസം നമ്മൾ കാണാതിരുന്നിട്ടുണ്ടാവില്ല അല്ലേ? നിന്റെ പപ്പയും അമ്മയും പിന്നെ നിന്റെ പ്രിയപ്പെട്ട അജുവും കൂടെ ഇല്ലേ? എന്നാലും എനിക്ക് നിങ്ങളെ എന്നും എന്റെ കൂടെ വേണം. നിങ്ങൾ രണ്ടാളും കൂടി ഉണ്ടാകുമ്പോഴല്ലേ നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആകും, അല്ലേ അജു?
പിന്നെ അച്ഛനും അമ്മയും നമ്മളൊന്നും ഇല്ലാത്തോണ്ട് ഫുൾ ടൈം റൊമാൻസ് ആണോ? തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾക്കൊരു ബേബി ബ്രദറോ സിസ്റ്ററോ വരാൻ ചാൻസ് ഉണ്ടോ? മോളെ നച്ചു, നിനക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ നിന്റെ മാരേജ് പെട്ടെന്ന് നടത്താൻ പറ. എന്നാൽ ഞങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഗ്രാൻഡ് പേരൻസ് ആവാലോ. അല്ലാതെ ഇനി നിങ്ങളെ രണ്ടെണ്ണത്തിനെ പോലെ ഒന്നിനെ കൂടെ നോക്കാനുള്ള ക്ഷമയൊന്നും ഞങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സീതേ? എനിക്കും വാസുവേട്ടന്റെ അതേ അഭിപ്രായമാണ്. എന്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയില്ലെങ്കിൽ നിങ്ങളുടെ മോന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അച്ചു, മോള് പറഞ്ഞതൊക്കെ ശരിയാണോ? അതൊക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ പറയാം. അത്രയും കാത്തിരിക്കാനൊന്നും ഞങ്ങൾക്ക് വയ്യ. ആളാരാണെന്നെങ്കിലും പറ. ഇല്ല, ഇവിടെ വന്നിട്ട് രണ്ടാളോടും പറയാം. സോ മരുമോളെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഫ്ലൈറ്റിന് കയറി വരാൻ നോക്ക് രണ്ടാളും. ബൈ. ഇനി വിളിക്കില്ല, ഇവിടെ വന്നിട്ട് നേരിട്ട് സംസാരിക്കാം. ഡി നച്ചു, നീ എന്തിനാ അമ്മയോടും അച്ഛനോടും ഇപ്പൊ എല്ലാം പറഞ്ഞത്? എത്ര ഡേയ്സ് ആയി അവരെ കണ്ടിട്ട്. എനിക്ക് ശരിക്കും രണ്ടാളെ കാണാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ട് രണ്ടാളും മരുമോളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് എന്തായാലും പെട്ടെന്ന് വരുമല്ലോ. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, ഇവിടെ വന്നാ അറിയാം എന്താകുമെന്ന്. അപ്പു ആണെങ്കിൽ അന്ന് കിസ് ചെയ്തത് പിന്നെ എന്റെ മുന്നിൽ പോലും വന്നിട്ടില്ല. എന്നെ കാണുമ്പോൾ തന്നെ മുങ്ങി നടക്കാണ്. നിന്നോട് ആരാ പറഞ്ഞു ഇഷ്ടാണെന്ന് പറയുന്നതിന് മുമ്പ് ചാടിക്കൊരു കിസ് അടിക്കാൻ? ഇത് നിന്റെ നാട്ടിലെ പോലെയുള്ള പെൺകുട്ടിയല്ലെന്ന് പൊന്നുമോ ഓർത്തില്ലേ? ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നുള്ള ഒരു ഇതിൽ പറ്റിപ്പോയതാണ്. നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം അനുഭവത്തിൽ വരുമ്പോ നീ എന്നെക്കാളും മോശമാകാനാണ് ചാൻസ്. എന്തൊക്കെയാണെങ്കിലും ചെറുപ്പം മുതൽ നീ പലപ്പോഴും എല്ലാ ഫീലിങ്സും എക്സ്ട്രീം ലെവലാണ് കാണിക്കാറുള്ളത്. അത് നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരോട്. അപ്പൊ പിന്നെ നിനക്കൊരു ഇഷ്ടവും പ്രണയവും ഉണ്ടായി എന്താകും മോളെ? അതിനിപ്പോ എനിക്ക് ലവ് ഒന്നും ഇല്ലല്ലോ. 100% ഷുവർ യു വിൽ ഫൈൻഡ് യുവർ ലവ് ബിഫോർ വി ലീവ് ഹിയർ. ശിവ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? ഐ ഡോണ്ട് നോ. അവനോട് ഇപ്പൊ വെറുപ്പോ ദേഷ്യമോ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഇത്രയും ദേഷ്യം ഉണ്ടായിട്ട് ഇപ്പൊ അതൊന്നും എന്റെ മനസ്സിലില്ല. അജയൻ പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ എനിക്ക് ഇപ്പൊ അവനോട് വെറുപ്പോ ദേഷ്യമോ ഇല്ല നച്ചു. എനിക്ക് തോന്നുന്നത് നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ഡ്രഗ് യൂസ് ചെയ്ത് ബോധമില്ലാത്ത ആൾക്കാർ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്ത് കണ്ടിട്ടില്ലേ? പക്ഷെ അവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഡ്രഗ് യൂസ് ചെയ്തത്. എന്നിട്ട് പോലും പലർക്കും തങ്ങൾ ചെയ്ത തെറ്റിനെ ഓർത്ത് കുറ്റബോധമോ റിഗ്രറ്റോ ഇല്ല. എന്നാൽ ഇവിടെ ശിവയോ ആരൊക്കെയോ ചേർന്ന് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിട്ട് പോലും തന്റെ തെറ്റിനെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ മതിയാവില്ലേ അവനൊരു നല്ല മനസ്സിന് ഉടമയാണെന്നും വൃത്തികെട്ടവനല്ലെന്നും മനസ്സിലാക്കാൻ? നോക്കാം അയാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ പ്രണയമുണ്ടോ എന്നൊക്കെ അയാൾ തന്നെ പറയട്ടെ. അയാൾ എന്റെ മുൻ ജന്മത്തിലെ ലവറാണെന്നാണല്ലോ നിന്റെ കണ്ടുപിടുത്തം. എല്ലാം കൂടി ശരിയായ ചിലപ്പോ എനിക്കും എന്റെ മുറച്ചെറുക്കനോട് ഒരു ഇഷ്ടവും അതിലൂടെ പ്രണയവും തോന്നിക്കൂടുന്നില്ല. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ശിവ ആദ്യം എന്നോട് അവന് പറ്റിയ തെറ്റ് തുറന്നു പറയണം. പക്ഷെ അത് ഞാൻ ആ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ടാവരുത്. തനിക്ക് ഇഷ്ടം തോന്നിയ ഒരാളോട് തന്റെ തെറ്റുകൾ തുറന്നു പറയാനുള്ള മനസ്സവനുണ്ടോന്ന് എനിക്ക് അറിയണം. എങ്കിൽ ഐ വിൽ ഗിവ് വൺ മോർ ചാൻസ് ടു കറക്റ്റ് ദ റോങ്സ് ഡൺ ടു മീ ആൻഡ് ബിയർ മീ ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. എനിക്കറിയാം എന്റെ നച്ചുവിനെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്ന്. ഞാൻ ഒരിക്കലും ശിവയ്ക്ക് വേണ്ടി നിന്നോട് സംസാരിക്കില്ല എന്ന് ഞാൻ എടുത്ത തീരുമാനമാണ്. എന്നാൽ നീ അവനോട് ക്ഷമിച്ചു ഒരു ചാൻസ് കൊടുക്കാൻ തയ്യാറായ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് ഞാനാവും. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്ന് അപ്പു റൂമിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. ടോപ്പ് അഴിക്കാനായി ഉയർത്താൻ തുടങ്ങിയതും അജു അവളെ പുറകിലൂടെ ചേർത്ത് പിടിച്ചിരുന്നു. എന്റെ അപ്പു, നീ ഇപ്പൊ ഡ്രസ്സ് അഴിച്ചിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായനെ? ദേ എന്നെ വിട്ടെ, റൂമിൽ വന്ന് ഒളിച്ചിരുന്നതും പോരാ. ഞാൻ ഒളിച്ചിരുന്നൊന്നുമല്ല, നിന്നെ കണ്ടൊന്ന് സംസാരിക്കാന്ന് കരുതി നീ വരുന്നതുവരെ വെയിറ്റ് ചെയ്തതാണ്. പിന്നെ ആരാണ് എന്നെ കാണാതെ ഒളിച്ചു നടക്കുന്നതെന്ന് ഞാൻ മോൾക്ക് പറഞ്ഞു തരണോ? നീ എന്തിനാ അപ്പു എന്നെ കാണുമ്പോ തന്നെ ഓടിപ്പോകുന്നത്? ഇപ്പൊ കുറെ ഡേയ്സ് ആയി തുടങ്ങിയിട്ട്. നിനക്ക് ഞാനന്ന് അങ്ങനെ കിസ് ചെയ്തതുകൊണ്ട് ദേഷ്യമാണോ? ദേഷ്യമൊന്നുമില്ല, എന്നാൽ അജുവേട്ടനെ ഫേസ് ചെയ്യാൻ ഒരു ചമ്മൽ, അതാ ഞാൻ മുന്നേ വരാതിരുന്നത്. നീ ഇപ്പൊ എന്താ വിളിച്ചത്? ഓ, അതിപ്പോഴാണോ കേട്ടത്? ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എന്നാൽ ഇപ്പോഴാ ശ്രദ്ധിച്ചത്. ഇനി അങ്ങനെ വിളിച്ചാൽ മതി. എന്റെ കാര്യത്തിൽ തീരുമാനം വല്ലതും ആയോ? 2 ദിവസത്തിനുള്ളിൽ അച്ഛനും അമ്മയും വരും. നച്ചുവാണ് അവരോട് എന്തൊക്കെയോ പറയുകയും ചെയ്തു. എന്ത് പറയാൻ? അവർക്ക് ഇവിടെ ഞാൻ മരുമോളെ കണ്ടുവച്ചിട്ടുണ്ടെന്ന്. നീയാണെങ്കിൽ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അതൊരു പ്രണയാവാൻ കുറച്ച് സമയം വേണം. പെട്ടെന്നൊരു ദിവസം ഒരാളോട് ഇഷ്ടം തോന്നാൻ ഇത് സിനിമയൊന്നും അല്ലല്ലോ. ഇനിയെങ്കിലും ഈ പിടി ഒന്ന് വിട്ടിരുന്നെങ്കിൽ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമായിരുന്നു. എന്നാലേ ഞാൻ ഇവിടെ ബെഡിലിരിക്കാം, നീ പെട്ടെന്ന് നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തോ? എങ്ങനെ? ഇതേ കേരളമാണ്, അല്ലാതെ നിങ്ങളുടെ നാടല്ല. അതിന് എന്റെ നാട് ഇവിടെ തന്നെയല്ലേ. ഞാനും ഒരു മലയാളി തന്നെയാണ്. പിന്നെ ഓസ്ട്രേലിയയിൽ ജനിച്ചു വളർന്ന നിങ്ങൾ രണ്ടാളും എങ്ങനെ മലയാളികളാവും? ആകെയുള്ളത് മലയാളം നന്നായിട്ട് സംസാരിക്കാനറിയാം എന്നുള്ളതാണ്. അതെ, മോൾക്ക് ഞങ്ങളെ കളിയാക്കുമ്പോ വല്ലാത്തൊരു സന്തോഷാണല്ലേ. ഞാൻ അതിന് നിങ്ങളെ കളിയാക്കിയതാണോ? ഉള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. എന്നോട് പറഞ്ഞ പോലെ നച്ചുവിനോട് പറയാൻ നിൽക്കണ്ട. അവൾക്ക് അവിടെയാ ഇഷ്ടം. സോ അത് അവളുടെ നാടാണെന്നാണ് പറയുന്നത്. അതെന്താ ചേച്ചിക്ക് ഇവിടെ ഒന്നും ഇഷ്ടമില്ലാത്തത്? പപ്പയെ ഇവിടത്തെ മുത്തശ്ശ ഇറക്കി വിട്ടതിന്റെ ദേഷ്യം ഇപ്പോഴും അവൾക്ക് എല്ലാവരോടും ഉണ്ട്. ഞങ്ങളൊക്കെ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഇപ്പൊ വന്നത് തന്നെ. അതിന് ഒരുപാട് കാരണങ്ങളില്ലേ? യെസ്, അവൾക്കും അറിയാം. എങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ടവരെ വേദനിപ്പിക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അവളെ സ്നേഹിക്കുന്നവരെ എന്നും ചേർത്ത് പിടിക്കും. പെട്ടെന്നൊന്നും ആരോടും ദേഷ്യം വരാറില്ല.
ഇനി വന്നാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ മാറും. ചെറിയ ചില കുരുത്തക്കേട് മാത്രമേ ചെറുപ്പം മുതൽ കാണിക്കാറുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അജുവേട്ടനോട് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ നച്ചു ചേച്ചിയുടെ പേരാവുമല്ലേ പറയുന്നത്? ഒരു നിമിഷം പോലും ആലോചിക്കുക കൂടി ഇല്ല അവളുടെ പേര് പറയാൻ. ഞാൻ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ അവൾ എന്റെ കൂടെയുണ്ട്. ഒരു ദിവസം പോലും ഞങ്ങൾ കാണാതിരുന്നിട്ടില്ല. മിക്കവാറും ദിവസം ഉറങ്ങുന്നത് പോലും ഒന്നിച്ചാണ്. വേറെ ആരൊക്കെ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും. ബട്ട് അവളില്ലാതെ ഞാൻ ഉണ്ടാവില്ല. ബാക്കിയുള്ളവരെയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എന്നാലും ഞങ്ങൾ രണ്ടാളുള്ള പരസ്പര സ്നേഹം വേറെ ആരോടും ഉണ്ടാവില്ല. ഞാൻ അജുവേട്ടനെ ആദ്യം മുതൽ ശ്രദ്ധിക്കാൻ കാരണം നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ടാണ്. നിങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ മാമൻ രണ്ടാളെയും കുറിച്ച് ഇവിടെ കുറെ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കണ്ടപ്പോൾ എല്ലാം സത്യമാണെന്ന് മനസ്സിലായി. ഞാനും ശിവേട്ടനും ഒരേ വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് പോലും ചില ദിവസങ്ങളിലൊന്നും കാണാറ് പോലും ഇല്ല. ഏട്ട എപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പുറത്തു പോകും, അല്ലെങ്കിൽ ഓഫീസിൽ, അങ്ങനെയൊക്കെയാണ്. ഞാനും എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പഠിപ്പൊക്കെ ആയിട്ട്. നിങ്ങളെ കാണുമ്പോൾ ഇതുപോലെ കെയർ ചെയ്യുന്ന ഒരാൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആർക്കായാലും തോന്നും. ഞാൻ പോട്ടേടി, കുറെ ടൈമായി ഇവിടെ കയറി ഇരുന്നിട്ട്. എന്തേ, ആരേലും കാണുമെന്ന് പേടിയുണ്ടോ? എന്തിന്? ഇവിടെ ഉള്ളവരൊന്നും അങ്ങനെ സംശയിക്കുന്ന ആൾക്കാരല്ലെന്ന് എനിക്കറിയാലോ. നീ ഇത്രയും സമയം എവിടെയായിരുന്നു? അപ്പുവിന്റെ അടുത്ത്. ഇപ്പൊ നിന്നെ കുറച്ചു സമയം കാണാതിരുന്ന എനിക്ക് ടെൻഷനാണ്. വീണ്ടും നീ എന്തേലും ചെയ്തോ എന്ന്. പിന്നെ ഞാൻ ചുമ്മാ അവളോട് എന്തൊക്കെയോ സംസാരിച്ചിരുന്നതാണ്. അവൾക്ക് നമ്മളെ രണ്ടാളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവളും ശിവയും തമ്മിൽ കൂടുതൽ അടുപ്പമൊന്നുമില്ലല്ലോ, അതായിരിക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ കാണുന്നത് തിരുമേനിയാണ്. ആ, മോൾ എണീറ്റോ, പെട്ടെന്ന് ഭക്ഷണം കഴിക്കേ. എല്ലാവരോടും തിരുമേനി മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അജു, എനിക്ക് ചെറുതായിട്ട് ടെൻഷനൊക്കെ ഉണ്ട്. എന്തിന്? കാവും നാഗത്തറയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഇതൊന്നും ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ. നീ ആ പെൺകുട്ടിയുടെ പുനർജന്മമാണെന്നല്ലേ പറഞ്ഞത്? സോ ഒന്നും പേടിക്കണ്ട. അവൾ നാഗങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തയാണെന്ന് തിരുമേനി പറഞ്ഞതല്ലേ. അവരുടെ പ്രിയപ്പെട്ടവളെ അവർ ഒരിക്കലും ഉപദ്രവിക്കില്ല. നിനക്കിതിലൊക്കെ ഇപ്പൊ വിശ്വാസമുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല. പിന്നെ ഇവിടെ ഉള്ളവർക്കൊരു സമാധാനം ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ എല്ലാത്തിനും കൂടെ നിൽക്കുന്നതാണ്. ഇതൊന്നും ഇല്ലാത്തതാണെന്നൊന്നും പറയില്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ കുറച്ചു കാലങ്ങൾ കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടാകുമ്പോഴോ വിശ്വാസം വന്നേക്കാം. ഞാനായിട്ട് ആരോടും ഒന്നും എതിർത്ത് പറയാനൊന്നും പോവില്ല. അതാണ് നല്ലത്. നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് ആർക്കെങ്കിലും ഉപകാരം ആവുന്നെങ്കിൽ നല്ലതല്ലേ. വാ, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പപ്പ, ആ വാ മോളെ, ഇവിടെ ഇരിക്കേ. രണ്ടാളും മുറിയിലേക്ക് കയറി നന്ദന്റെ അടുത്തിരുന്നു. നച്ചു ചുറ്റും ഒന്ന് നോക്കി. ശിവ ഒഴികെ വീട്ടിലെ എല്ലാവരും ഉണ്ട്. അജു, എന്താടി? ശിവ ഇല്ലല്ലോ. ചേച്ചി, ഏട്ടൻ ഇതിലൊന്നും വിശ്വാസമില്ല, അതാ വരാത്തത്. ശോ, അപ്പു കേട്ടോ, എന്തേലും വിചാരിച്ചു കാണും ഞാൻ ശിവയെ ചോദിച്ചേന്. അജുവേട്ടാ, നാച്ചു ചേച്ചി എന്താ ശിവേട്ടനെ അന്വേഷിച്ചത്? ഇത്രയും നാൾ കണ്ടാ പോലും മിണ്ടാറില്ലല്ലോ. ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, അതാ കാണാത്തതുകൊണ്ട് ചോദിച്ചതായിരിക്കും. ഇന്നേക്ക് 2-ാം ദിവസം നാഗപഞ്ചമിയാണ്. നാഗദൈവങ്ങളായ നാഗങ്ങളെ ബഹുമാനിക്കുന്നതിനായി ശ്രാവണ മാസത്തിൽ വളരുന്ന ചന്ദ്രന്റെ 5-ാം ദിവസം നാഗപഞ്ചമി പൂജകൾ നടത്തി ആഘോഷങ്ങൾ നടത്താറുണ്ട് ആളുകൾ. അന്ന് തന്നെയാണ് വിളക്ക് വെക്കാൻ നല്ല ദിവസം. മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ദിവസം? ആ മോക്കെ എനി ഡേ. എങ്കിൽ എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി വെക്കണം. പത്മനാഭ, ഞാൻ അന്നേ ദിവസം പുലർച്ചെ ഇവിടെ എത്തിക്കൊള്ളാം. കുടുംബത്തിലെ എല്ലാവരും പൂജയിൽ പങ്കെടുക്കാൻ പറയണം. ഞാൻ എന്നാ ഇറങ്ങട്ടെ. മോൾ ഇങ്ങ് വാ. നച്ചുവിനെ തിരുമേനി അടുത്തേക്ക് വിളിച്ചപ്പോൾ അവൾ ആദ്യം നോക്കിയത് അജുവിനെയാണ്. അത് കണ്ടപ്പോൾ തിരുമേനി ഒന്ന് ചിരിച്ചു. അയാളെയും കൂട്ടിക്കോളൂ. രണ്ടാളെയും കൂട്ടി തിരുമേനി പുറത്തേക്ക് നടന്നു. മോൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനുള്ള മനസ്സുണ്ടായല്ലോ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ പേടിക്കൊന്നും വേണ്ട, ആപത്തൊന്നും ഉണ്ടാവില്ല. തിരുമേനിക്ക് മനസ്സിലായല്ലേ എനിക്ക് വിശ്വാസമില്ലെന്നുള്ള കാര്യം. അതിന് അദ്ദേഹം ഒന്നും പറഞ്ഞില്ലല്ലോ. ആർക്കായാലും തോന്നും പുറത്തൊക്കെ ജനിച്ചു വളർന്ന നിനക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലെന്ന്. വിട്ടേക്ക്, എല്ലാം നല്ല രീതിയിൽ നടക്കും എന്ന് വിചാരിക്കാം. പിന്നീടുള്ള 2 ദിവസങ്ങൾ പൂജയ്ക്കും വിളക്ക് വെക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കാനുമായി തിരക്കിലായി തറവാട്. ശിവയെ 2 ദിവസമായി കണ്ടിട്ട്. എന്നാൽ എവിടെ പോയതായിരിക്കും? നാളെയാണ് വിളക്ക് വെക്കാനുള്ള നാഗപഞ്ചമി. തറവാട്ടിലെ എല്ലാവരും ഉണ്ടാവണമെന്ന് തിരുമേനി പറഞ്ഞതല്ലേ. എന്നിട്ട് ശിവ എന്തേ പോയത് എന്നുള്ള ചിന്തയിലായിരുന്നു നച്ചു. ആരോടേലും ചോദിച്ചാൽ ഉറപ്പായും സംശയിക്കും. നല്ല രീതി തങ്ങൾ രണ്ടാളും സംസാരിക്കാറ് പോലും ഇല്ലെന്ന് ഇവിടെ എല്ലാവർക്കുള്ള പരാതിയാണ്. ആദ്യമൊക്കെ വെറുപ്പും ദേഷ്യവുമായിരുന്നു. അതൊക്കെ മാറിയപ്പോ ആളെ കാണാൻ പോലും കിട്ടാതെ. ഉച്ചയ്ക്ക് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. പപ്പ, എന്താ അച്ഛനും അമ്മയും ഇതുവരെ ആയിട്ടും വരാത്തത്? നാളെ അല്ലേ വിളക്ക് വെക്കൽ? ഇന്ന് നൈറ്റ് എത്തുമെന്ന വാസു വിളിച്ചപ്പോ പറഞ്ഞത്. മോളെ, എന്താ ആന്റി? ഞാനൊരു കാര്യം പറഞ്ഞ മോൾക്ക് ദേഷ്യം തോന്നും എന്നോട്? അതൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് അനുസരിക്കില്ല, അത്രേ ഉള്ളൂ. നാളെ വിളക്ക് വെക്കാൻ കാവ്യ പോകുമ്പോ മോൾക്കിടാനുള്ള വേഷം ഞാനും നാൻസിയും പോയി ഇന്ന് എല്ലാവർക്കും വേണ്ട വസ്ത്രം എടുക്കാന്നാ വിചാരിക്കുന്നത്. ഇവിടെ എല്ലാവരും എന്ത് ഡ്രസ്സാണ്? ഞങ്ങളെല്ലാം സാരിയാണ്. അപ്പു ധാവണിയൊക്കെയാണ് മിക്കപ്പോഴും. എങ്കിൽ എനിക്ക് അപ്പുവിന്റെ പോലെയുള്ള ഡ്രസ്സ് മതി. പിന്നെ എനിക്കതൊന്നും ഇഷ്ടമല്ല, യൂസ് ചെയ്യാനും അറിയില്ല. സോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഞാൻ ചെയ്തു തരാം.
നച്ചു അജു ഭക്ഷണം കഴിച്ച് അവരുടെ മുറിയിലേക്ക് പോയി. മോൾ പൊതുവെ എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത് അല്ലേ നന്ദ? ചേച്ചിക്ക് ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ? ശിവ നമ്മുടെ നാട്ടിൽ തന്നെ വളർന്നതല്ലേ, എന്നിട്ടും അവന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇവിടത്തെ പൂജയ്ക്കൊന്നും അധികം നിൽക്കുന്നില്ലല്ലോ. അതേസമയം നച്ചുമോൾ പുറത്തൊക്കെ ജനിച്ചു വളർന്നിട്ടും അവൾക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ട് പോലും നമ്മുടെയൊക്കെ സന്തോഷം മാത്രം നോക്കി എല്ലാത്തിനും കൂടെ നിൽക്കുന്നില്ലേ? നമ്മുടെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന മക്കളെ കിട്ടാനും ഭാഗ്യം വേണം. ശിവ ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെ ആണെങ്കിലും ഈശ്വര വിശ്വാസമൊക്കെ വളരെ കുറവാണ്. അതാണ് എനിക്ക് അവന്റെ കാര്യത്തിൽ കൂടുതൽ ടെൻഷൻ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമ്മളൊന്നും മക്കളെ നിർബന്ധിച്ച് ജയിക്കരുത്.